മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ F-35B ബ്രിട്ടീഷ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അവിടെ നിന്നുള്ള എഞ്ചിനീയർമാർ ഈ ആഴ്ച തന്നെ എത്തും. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചതായാണ് ലഭിക്കുന്ന വിവരം. വിമാന നിർമ്മാതാക്കളായ US കമ്പനി ലോക്ഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരും സംഘത്തിൽ ഉണ്ടാകും. തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ F-35Bയെ വലിയ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. റഡാറിൽ പതിയാതെ പറക്കാൻ കഴിയുന്ന അത്യാധുനിക വിമാനം F-35 റഡാറിനെ കബളിപ്പിക്കാൻ കഴിയുന്ന പുറംചട്ടയാണ് ഇതിനുള്ളത്. പുറംചട്ടയിലെ ചെറിയ തകരാർ പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ധർ വേണ്ടിവരും. നിലത്തുനിന്ന് കുത്തനെ പറന്നു പൊങ്ങാനും അതുപോലെ തന്നെ നിലത്തിറങ്ങുവാനും കഴിയുന്ന സംവിധാനം F-35Bയിൽ ഉണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായാൽ അതിന് കഴിയില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യ ആയതിനാൽ തന്നെ വിദഗ്ധ സേവനവും വേണ്ടിവരും. മാത്രമല്ല, ബ്രിട്ടന്റെ അനുമതിയില്ലാതെ മറ്റേതെങ്കിലും വിദഗ്ധർ ഇത് തൊടുകയാണെങ്കിൽ വിമാനത്തിലും തൊട്ടാൽ പോലും ബ്രിട്ടൻ അറിയും. വിമാനത്തിന്റെ സേവനം ഉപയോഗിച്ചതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞിരുന്നു. വിദേശ സൈനിക വിമാനമായതിനാൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. വിമാനത്തിന്റെ ഭാരം അനുസരിച്ചാണ് ഫീസ് ഈടാക്കുന്നത്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ $110 മില്യൺ വില വരുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് ജൂൺ 14-നാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത പരിശീലനം പറക്കലിനിടെയായിരുന്നു സംഭവം. അടിയന്തര ലാൻഡിംഗിനായി സ്ക്വാക്ക് 7700 എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത്. അടിയന്തര സാഹചര്യം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത്. വിദഗ്ധർ എത്തി പരിശോധിച്ചിട്ടും തകരാറ് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോകുന്നത്.